നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിപണിയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. 3 ദിവസത്തെ ഇടിവിന് ശേഷം വളരെ ശക്തമായി ഇന്ത്യൻ വിപണി തിരിച്ചു വന്നു. വിപണി ശക്തമായിട്ടുള്ള ഒരു റാലിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സെക്ടോറിയൽ സൂചികകളെല്ലാം പങ്കെടുത്തിരിക്കുന്നു. നിഫ്റ്റി 50-ലെ 50-ൽ 45 ഓഹരികളും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്യുന്നത്. 5 ഓഹരികൾ പുതിയ 52 വീക്ക് ഹൈ രേഖപ്പെടുത്തി. നിഫ്റ്റി 50-ൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, L&T, ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ്, TCS തുടങ്ങിയ കമ്പനികളായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച 2 സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് മെറ്റൽ ആയിരുന്നു. 2% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. എനർജി സെക്ടർ 1.75% നേട്ടവും ഉണ്ടാക്കി. കൂടാതെ IT സെക്ടർ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്, നിഫ്റ്റി മീഡിയ തുടങ്ങിയവയും 1.5% വരെയുള്ള നേട്ടമാണ് കൈവരിച്ചത്. നമ്മൾ പറഞ്ഞതുപോലെ മെറ്റൽ സെക്ടറാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 2%. സ്റ്റീൽ ഇറക്കുമതിക്ക് സുരക്ഷാ തീരുവ ഏർപ്പെടുത്തണമെന്ന പ്രതീക്ഷകൾ കാരണമാണ് ഇന്ത്യയിൽ നിഫ്റ്റി മെറ്റൽസ് നല്ല നേട്ടമുണ്ടാക്കിയത്. ഇനി മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സ്റ്റീൽ സെക്ടറാണ് നല്ല നേട്ടമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ JSW സ്റ്റീൽ 4%, GMDC 9% ഉയരുകയുണ്ടായി. ഇനി MCX റാലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യമായി ഒരു ഷെയർ 10,000-ന് മുകളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. NCCക്ക് വലിയൊരു ഓർഡർ ലഭിച്ചത് ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. സ്റ്റോക്ക് 2% നേട്ടമുണ്ടാക്കി. ഇന്ന് ലിസ്റ്റ് ചെയ്ത എക്സൽ സോഫ്റ്റ് ടെക്നോളജീസ് 13% പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. മറ്റൊരു നേട്ടമുണ്ടാക്കിയ നല്ല സ്റ്റോക്ക് SMS ഫാർമയായിരുന്നു. 18% ഉയർന്നു. പുനർനിർമ്മിച്ച റാനിറ്റിഡിനുള്ള US FDA അംഗീകാരം ലഭിച്ചതുകൊണ്ടാണ് സ്റ്റോക്ക് ഉയർന്നത്. അശോക് ലൈലാൻഡ് 2% ഉയർന്നു. ഹിന്ദുജ ലൈലാൻഡ് ഫിനാൻസിന്റെ ലയനത്തിന് NDL വെഞ്ചേഴ്സ് ബോർഡ് അംഗീകാരം നൽകിയതിന് ശേഷമാണ് സ്റ്റോക്ക് ഉയർന്നത്. കൂടാതെ ടാറ്റ മോട്ടോഴ്സ് PV 2% ഉയർന്നു. ഇനി ഭാരതി എയർടെൽ ഏകദേശം 2% ഇന്ന് ഇടിഞ്ഞത്. ഒരു ബ്ലോക്ക് ഡീൽ സംബന്ധിച്ച വാർത്ത ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞതാണ്. എന്റർപ്രൈസ്, ഐഷർ മോട്ടോഴ്സ് തുടങ്ങിയ 2 സ്റ്റോക്കുകളും ഇൻട്രാഡേ നേട്ടങ്ങൾ നിലനിർത്താനാവാതെ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 1299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് പേരൊക്കെ കമൻറ്റിൽ ചോദിച്ചിരുന്നു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ഇടാറുണ്ടോ എന്ന്. കൃത്യമായി തന്നെ നമ്മളിപ്പോൾ അതെല്ലാം മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് സന്ദർശിക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു സ്റ്റോക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂ ആണ് പറയാൻ പോകുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ ഇപ്പോൾ ഏറെ കാലങ്ങളായിട്ടുള്ള ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ ബ്രേക്ക് ഒരു റീടെസ്റ്റും കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഈ സ്റ്റോക്ക് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. മുൻപ് പലതവണയും ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ഒരു സോണിൽ നിന്നാണ് ഇപ്പോൾ ഒരു റിവേഴ്സൽ ലഭിച്ചിരിക്കുന്നത്. ആ സോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 2024-ലും ജൂലൈ 2025-ലും അതിനുശേഷം ഒക്ടോബറിലും, അതായത് ഒക്ടോബർ 2025-ലും ഇതേ സോണിൽ ടച്ച് ചെയ്ത നിഫ്റ്റി വീണ്ടും തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഈ നവംബർ മാസത്തിൽ ഈ ഒരു സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഒരു റിവേഴ്സൽ വന്നിരിക്കുന്നത്. ഇനി ഒരു ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 490 സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 440. ഇന്ന് ഓയിൽ കമ്പനികളൊക്കെ നല്ല നേട്ടമുണ്ടാക്കിയ ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ HPCL നിങ്ങൾ പ്രത്യേകം ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. നിങ്ങൾ കൂടുതലായിട്ട് സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇപ്പോഴും ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെയാണുള്ളത്. ഏകദേശം ഒരു 1.5 മാസത്തോളമായിട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ ഇപ്പോൾ നിങ്ങൾ കാണുന്ന 1795 മുതൽ 1935 വരെയുള്ള ഈ ഒരു സോണിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായി കാണാൻ സാധ്യതയുള്ളത് 2017-ഉം തുടർന്ന് 2101-ഉമാണ്. ഏതായാലും സ്റ്റോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഇപ്പോഴും സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെയാണുള്ളത്. ഒരു ബ്രേക്ക് ഔട്ട് ഒന്നും ലഭിച്ചിട്ടില്ല. 2 സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ കൂടി നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.